ഹായ്, ആർട്ടോക്സ് ഓൾ ഇൻ വൺ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മൗലികാവകാശങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൗലികാവകാശങ്ങളുടെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ ആദ്യ പാർട്ടുകളിൽ നമ്മൾ ആർട്ടിക്കിൾ 24 വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോർഷൻ 25 മുതൽ 28 വരെയാണ്. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 25 പ്രതിപാദ്യ വിഷയം എന്നാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. ഓക്കെ, ആർട്ടിക്കിൾ 25 പ്രതിപാദിക്കുന്നത് എന്താണ്? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 25 പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 25 പ്രകാരം പ്രതിപാദിക്കുന്ന വിഷയം എന്ത് എന്ന് ചോദിച്ചാൽ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ചിട്ടാണ് ഏതിൽ പറയുന്നത്? ആർട്ടിക്കിൾ 25 പറയുന്നത്. ഓക്കെ, അപ്പം ഈ ആർട്ടിക്കിൾ 25 ചില സ്പെഷ്യൽ കേസുകളുണ്ട്. എന്താണ്? സിഖ് മതവിശ്വാസികൾക്ക് മതാചാരത്തിൻ്റെ ഭാഗമായിട്ട് കൃപാണുകൾ, ഈ കൃപാണുകൾ എന്ന് പറയുന്ന ഒരു തരം കത്തിയാണ്, ധരിക്കുന്നതിനും കൊണ്ടു നടക്കുന്നതിനുമുള്ള അധികാരം ലഭിച്ചിട്ടുള്ളതും ഈ ആർട്ടിക്കിൾ 25 പ്രകാരമാണ്. സാധാരണ രീതിയിൽ ഒരു വ്യക്തിക്ക്, ഒരു ഇന്ത്യൻ പൗരന് ഇത്തരത്തിലുള്ള മാരകായുധങ്ങൾ കൊണ്ട് നടക്കുന്നതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. എന്നാൽ സിഖ് മതവിശ്വാസികൾക്ക് അവരുടെ മതാചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൃപാണുകൾ എന്ന് പറയുന്ന ഈ ഒരു തരം കത്തി അവർ ധരിക്കുന്നത്. അത് ധരിക്കുവാനുള്ള അവകാശം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഏത് ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അവകാശം ലഭിച്ചിട്ടുള്ളത്? ആർട്ടിക്കിൾ 25 അടിസ്ഥാനത്തിലാണ് ആ ഒരു അവകാശം അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 26 കുറിച്ച് ഡിസ്കസ് ചെയ്യാം നമുക്ക്. ഓക്കെ, എന്താണ് ആർട്ടിക്കിൾ 26 പ്രതിപാദ്യ വിഷയം വരുന്നത്? എന്താണ് ആർട്ടിക്കിൾ 26 പ്രതിപാദിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ്? മതവിഭാഗങ്ങൾക്ക് മത ജീവ കാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 26 പ്രതിപാദിക്കുന്നത്. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 26 പ്രതിപാദ്യ വിഷയം? എന്താണ് ആർട്ടിക്കിൾ 26 പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ മതവിഭാഗങ്ങൾക്ക് മത ജീവ കാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ചാണ് ഏതിൽ പറയുന്നത്? ആർട്ടിക്കിൾ 26 പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ആർട്ടിക്കിൾ 27 വിഷയം? എന്താണ് ആർട്ടിക്കിൾ 27 പറയുന്നു? ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിന് എതിരായ അവകാശമാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. ഓക്കെ, എന്താണ് ആർട്ടിക്കിൾ 27 പ്രതിപാദ്യ വിഷയം? എന്താണ്? ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിന് എതിരായ അവകാശമാണ് ഏതിൽ പറയുന്നത്? ആർട്ടിക്കിൾ 27 പറയുന്നത്. ഇനി നമ്മൾ ആർട്ടിക്കിൾ 28 വരികയാണെങ്കിലോ, ഗവൺമെൻറ് നടത്തുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഒന്ന്, മതബോധനം നടത്താൻ പാടില്ല. അതുപോലെ തന്നെ മതാചാരങ്ങൾ നിർബന്ധമാക്കാനും പാടില്ല. എവിടെയാണ്? ഗവൺമെൻറ് നടത്തുന്നതോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ഗവൺമെൻറ് നടത്തുന്നതോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനമോ അല്ലെങ്കിൽ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല. അതാണ് ആർട്ടിക്കിൾ 28. സോ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. 25 മുതൽ 28 വരെ എന്താണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അതിൽ ആർട്ടിക്കിൾ 25 പറയുന്നു ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ചാണ്. ദെൻ ആർട്ടിക്കിൾ 25 പ്രതിപാദ്യ വിഷയം എന്താണ്? സിഖ് 25 പ്രത്യേക അധികാരമാണ്. സിഖ് മതവിശ്വാസികൾക്ക് മതാചാരത്തിൻ്റെ ഭാഗമായി കൃപാണുകൾ അഥവാ ഒരു തരം കത്തി ധരിക്കുന്നതിനും കൊണ്ടു നടക്കുന്നതിനും അധികാരം ലഭിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ 25 അടിസ്ഥാനത്തിൽ. പിന്നെ നമ്മൾ പറഞ്ഞ ആർട്ടിക്കിൾ 26 എന്താണ്? മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശമുണ്ട്. ദെൻ ആർട്ടിക്കിൾ 27 പിന്നെ പറഞ്ഞത് എന്താണ്? ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിന് എതിരായ അവകാശമാണ്. ദെൻ പിന്നെ പറഞ്ഞ ആർട്ടിക്കിൾ 28 എന്താണ്? ഗവൺമെൻറ് നടത്തുന്നതോ ഗവൺമെൻറ്റിൻ്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താൻ പാടില്ല. അതുപോലെ തന്നെ മതാചാരങ്ങൾ നിർബന്ധമാക്കാനും പാടില്ല. ഓക്കെ, ദെൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ വളരെ പ്രസിദ്ധമായൊരു കോട്ടുണ്ട്: ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്ത് ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ
അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ വളരെ പ്രസിദ്ധമായൊരു കോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കോട്ട് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആണ്. എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ആർട്ടിക്കിൾ 29, 30 എന്നിവയാണ്. എന്താണ് ആർട്ടിക്കിൾ 29, 30 എന്നതിൽ പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 29, 30 എന്നീ ഭാഗങ്ങളിൽ വിശദമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലികാവകാശമാണ് ഈ ആർട്ടിക്കിൾ 29, 30. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങളാണ് ഈ ആർട്ടിക്കിൾ 29, 30 എന്ത് ചെയ്യുന്നത്? സംരക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 29? ന്യൂനപക്ഷങ്ങൾക്ക് ചില അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട് ആർട്ടിക്കിൾ 29 വഴി. എന്തൊക്കെ അവകാശങ്ങളാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പു നൽകുന്നത് എന്ന് ചോദിച്ചാൽ 1 ഭാഷാ സംരക്ഷണം, 2 ലിപി സംരക്ഷണം, 3 സംസ്കാരം സംരക്ഷിക്കൽ. ഓക്കെ, ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പ് നൽകുന്നതാണ്. ഓക്കെ, ആർട്ടിക്കിൾ 29 പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയാണ്? ന്യൂനപക്ഷ ഭാഷാ സംരക്ഷണം, ന്യൂനപക്ഷങ്ങളുടെ ലിപി സംരക്ഷണം, ദെൻ സംസ്കാരം സംരക്ഷിക്കൽ. അങ്ങനെയാണെങ്കിൽ എന്താണ് ആർട്ടിക്കിൾ 29 പറയുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. എന്താണ്? പൂർണ്ണമായും സ്റ്റേറ്റിൻ്റെ കീഴിലോ സ്റ്റേറ്റിൻ്റെ ധനസഹായത്തോടു കൂടിയോ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ പൗരനും അഡ്മിഷൻ നിഷേധിക്കാൻ പാടില്ല എന്നും ഏതിൽ പറയുന്നുണ്ട്? ആർട്ടിക്കിൾ 29 പ്രതിപാദിക്കുന്നുണ്ട്. പൂർണ്ണമായും സ്റ്റേറ്റിൻ്റെ കീഴിലോ സ്റ്റേറ്റിൻ്റെ ധനസഹായത്തോടു കൂടിയോ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ പൗരനും അഡ്മിഷൻ നിഷേധിക്കാൻ പാടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ആർട്ടിക്കിൾ 30 പ്രതിപാദ്യ വിഷയം? എന്താണ് ആർട്ടിക്കിൾ 30 പ്രതിപാദിക്കുന്നത്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ചിട്ടാണ് ഏതിൽ പറയുന്നത്? ആർട്ടിക്കിൾ 30 പ്രതിപാദ്യ വിഷയം. ഓക്കെ, എന്താണ് ആർട്ടിക്കിൾ 30 പ്രതിപാദിക്കുന്നത്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 30 പ്രതിപാദ്യ വിഷയം എന്ത് എന്ന് ചോദിച്ചാൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ചിട്ടാണ് ഏതിൽ പറയുന്നത്? ആർട്ടിക്കിൾ 30 പറയുന്നത്. അപ്പോൾ ഓർത്തുവെക്കുക, ആർട്ടിക്കിൾ 29, 30. ഓക്കെ, എന്താണ് ആർട്ടിക്കിൾ 29, 30? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്. അത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലികാവകാശമാണിത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങളാണ് ഇതിലൂടെ സംരക്ഷിക്കപ്പെടുന്നത്. ഇതിൽ ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ചില അവകാശങ്ങളുണ്ട്. 1 ഭാഷാ സംരക്ഷണം, 2 ലിപി സംരക്ഷണം, 3 സംസ്കാരം സംരക്ഷിക്കൽ. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 29 എന്താണ്? പൂർണ്ണമായും സ്റ്റേറ്റിൻ്റെ കീഴിലോ സ്റ്റേറ്റിൻ്റെ ധനസഹായത്തോടു കൂടിയോ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ പൗരനും അഡ്മിഷൻ നിഷേധിക്കാൻ പാടില്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിപാദിക്കുന്നുണ്ട്. ദെൻ പിന്നെ പറഞ്ഞത് ആർട്ടിക്കിൾ 30 എന്താണ് ആർട്ടിക്കിൾ 30? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ചിട്ടാണ് ഏതിൽ പറയുന്നത്? ആർട്ടിക്കിൾ 30 പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 32 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും PSC പരീക്ഷകളിൽ ചോദിക്കുന്ന ഒന്നാണ്. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ഏതിൽ പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 32 പ്രതിപാദിക്കുന്നത്. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 32 പ്രതിപാദ്യ വിഷയം? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആർട്ടിക്കിൾ 32 പ്രാധാന്യം ചോദിച്ചാൽ മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്ന് അറിയപ്പെടുന്നത് ഈ ആർട്ടിക്കിൾ 32 ഓക്കെ, മൗലികാവകാശങ്ങളിൽ മൗലികമായത്. അപ്പോൾ ഏതാണ് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 32 ആണ്. ഒരു വ്യക്തിക്ക് തൻ്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കുവാനുള്ള അവകാശം നൽകുന്നത് ഏതാണ്? ഈ ആർട്ടിക്കിൾ 32 അടിസ്ഥാനത്തിലാണ് കേട്ടോ. ഒരു വ്യക്തിക്ക് തൻ്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാനുള്ള അവകാശം നൽകുന്നത് ഏത് ആർട്ടിക്കിളാണ്? ഈ ആർട്ടിക്കിൾ 32 ആണ്. ദെൻ നമ്മൾ സാധാരണ ആർട്ടിക്കിൾ 32 വരെ പഠിച്ചിട്ട് അവസാനിപ്പിക്കാറാണ് പൊതുവെ പതിവ് അല്ലേ? ആർട്ടിക്കിൾ 12
12 മുതൽ 35 വരെ മൗലികാവകാശമാണെങ്കിലും നമ്മളൊരു 14 മുതൽ 32 വരെയുള്ള കാര്യങ്ങളാണ് പൊതുവെ പഠിക്കാറ്. സോ ഈ ഒരു സെഷനിൽ ഈ ഒരു സീരീസിൽ ഞാൻ 12ഉം പറഞ്ഞിട്ടുണ്ട്, 13ഉം പറഞ്ഞിട്ടുണ്ട്, ദെൻ 14 മുതൽ തുടങ്ങി സാധാരണ നമ്മൾ പറയുന്നത്, ദെൻ 32ൽ അവസാനിപ്പിക്കാതെ 33, 34, 35 ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എന്താണ് ആർട്ടിക്കിൾ 33ൽ പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 33ലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് രാജ്യത്തെ സുരക്ഷാ സേന അംഗങ്ങളുടെ മൗലികാവകാശങ്ങൾ നിയന്ത്രിക്കുന്നതിനും റദ്ദ് ചെയ്യുന്നതിനുമുള്ള പാർലമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 33ൽ പറയുന്നത്. ഓക്കെ, രാജ്യത്തെ സുരക്ഷാ സേന അംഗങ്ങളുടെ മൗലികാവകാശങ്ങൾ നിയന്ത്രിക്കുന്നതിനും റദ്ദ് ചെയ്യുന്നതിനുമുള്ള പാർലമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ചിട്ടാണ് ഏതിൽ പറയുന്നത്? ആർട്ടിക്കിൾ 33ൽ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ആർട്ടിക്കിൾ 34ലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ആർട്ടിക്കിൾ 34ൽ പറയുന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് പട്ടാള നിയമം പ്രാബല്യത്തിലിരിക്കുമ്പോൾ മൗലികാവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തലിനെ കുറിച്ചിട്ടാണ് ഏതിൽ പറയുന്നത്? ആർട്ടിക്കിൾ 34ൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പട്ടാള നിയമം പ്രാബല്യത്തിലുണ്ടെങ്കിൽ അവിടെ മൗലികാവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണത്തെക്കുറിച്ചിട്ടാണ് ഏതിൽ പറയുന്നത്? ആർട്ടിക്കിൾ 34ൽ പ്രതിപാദിക്കുന്നത്. ദെൻ ആർട്ടിക്കിൾ 35 എന്താണ്? ആർട്ടിക്കിൾ 35 ഒരു നിശ്ചിത മൗലികാവകാശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള നിയമനിർമ്മാണാധികാരം പാർലമെൻറ്റിന് മാത്രം നൽകുന്നതിനെക്കുറിച്ചാണ്. ഏതാണ്? ആർട്ടിക്കിൾ 35ൽ പറയുന്നത് സംസ്ഥാന നിയമസഭകൾക്ക് ഇതിൽ അധികാരമില്ല. ഓക്കെ, ആർട്ടിക്കിൾ 35ൽ എന്താണ്? ഒരു നിശ്ചിത മൗലികാവകാശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള നിയമനിർമ്മാണാധികാരം പാർലമെൻറ്റിന് മാത്രം. അതാണ് ആർട്ടിക്കിൾ 35ലെ പ്രതിപാദ്യ വിഷയം കേട്ടോ. അപ്പോൾ 33 രാജ്യത്തെ സുരക്ഷാ സേനാ അംഗങ്ങളുടെ മൗലികാവകാശങ്ങൾ നിയന്ത്രിക്കുന്നതിനും റദ്ദ് ചെയ്യുന്നതിനുമുള്ള പാർലമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 34ൽ പറയുന്നത് എന്താണ്? ഏതെങ്കിലും പ്രദേശത്ത് പട്ടാള നിയമം പ്രാബല്യത്തിലിരിക്കുമ്പോൾ മൗലികാവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തലിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 35ൽ പ്രതിപാദിക്കുന്നത് എന്താണ്? ഒരു നിശ്ചിത മൗലികാവകാശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള നിയമനിർമ്മാണാധികാരം പാർലമെൻറ്റിന് മാത്രം നൽകുന്നതിനെ കുറിച്ചിട്ടാണ് ഏതിൽ പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 35ൽ പ്രതിപാദിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. സോ ഇതോടുകൂടിയിട്ട് മൗലികാവകാശങ്ങൾ നമ്മളിവിടെ എൻഡ് ചെയ്തു. ഇനി ഒരു മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സീ യു.